നമസ്കാരം. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അല്പസമയത്തിനുള്ളിൽ അമ്പലപ്പുഴയിൽ നടക്കുന്ന വാർത്താ സമ്മേളനം. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ സുധാകരൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമാക്കുകയാണ്. അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ സുധാകരൻ ഇപ്പോൾ CPMലെ അംഗമല്ല. അങ്ങനെയുള്ള സുധാകരൻ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുക്കാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും തന്നെ CPMന് കഴിയുകയുമില്ല. കാരണം പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരാളെ എങ്ങനെയാണ് പുറത്താക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം. ഏതായാലും സുധാകരൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ CPM നേതൃത്വമാകട്ടെ ഇന്നലെ ആകെ അങ്കലാപ്പിലായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് സുധാകരനെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അമ്പലപ്പുഴയിലെ നിലവിലുള്ള MLA H. സലാം ഒഴികെയുള്ള പ്രമുഖരായ നേതാക്കളെല്ലാവരും തന്നെ ഇന്നലെ രാത്രി സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ പാർട്ടിയുമായി സഹകരിച്ചതിന് മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സുധാകരൻ ഇതൊക്കെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും വാർത്താ സമ്മേളനത്തിന് മാറ്റമില്ല എന്ന് തന്നെയാണ് സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ CPMനെ കെട്ടിപ്പടുക്കുന്നതിലൊക്കെ തന്നെ വളരെ സുപ്രധാനമായൊരു പങ്കുവച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2 തവണ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നിട്ടുണ്ട്. മാത്രവുമല്ല സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അഴിമതിക്കറ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ഏതെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ ക്ലീൻ ഇമേജുള്ള ഒരു വ്യക്തിയാണ്. പ്രഗത്ഭനായ മന്ത്രി, കർക്കശക്കാരനാണെങ്കിലും പ്രഗത്ഭനായ ഒരു മന്ത്രി എന്നുള്ള പേര് നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. സുധാകരൻ്റെ സീറ്റ് നിഷേധിക്കുകയും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും അമ്പലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുമില്ല. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ സീറ്റ് കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നത്. സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം താൻ ഇപ്പോഴും അപ്രസക്തനല്ല എന്ന് തെളിയിക്കേണ്ട ഒരു കടമ കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ തോതിൽ ഇപ്പോഴും അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നുവെങ്കിലും അത് കണ്ട ഭാവം ആരും കാണിച്ചില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെത്തിയപ്പോൾ സുധാകരനെ വീട്ടിലെത്തി കാണും എന്നാണ് പൊതുവെ കരുതിയിരുന്നത് എങ്കിലും അദ്ദേഹം സുധാകരനെ കാണാനെത്തിയിരുന്നില്ല. ഈ ഒരു പരിസ്ഥിതിയിൽ സുധാകരൻ ഇടയുകയാണെങ്കിൽ, അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആലപ്പുഴ ജില്ലയിലുടനീളം ശക്തമായ അനുയായി വൃന്ദമുള്ള ഒരാൾ കൂടിയാണ് സുധാകരൻ. കൂടാതെ നിഷ്പക്ഷ വോട്ടുകളും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളിനോ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓരോ പ്രശ്നങ്ങളിലും കൂടുതൽ കുടുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കൂടി ഇന്ന് സ്വതന്ത്രനായി താൻ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായ എന്തെങ്കിലും ഒരു നിലപാട് പരസ്യമായ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPMൽ അത്യാവശ്യം ജനങ്ങളുടെ വിശ്വാസം നേടിയ വിശ്വാസ്യതയുള്ള നേതാക്കൾ ഒരാളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇന്ന് പാർട്ടി വിട്ടു പോവുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുകയോ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് CPMനെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഭയന്ന് തന്നെയാണ് ഇന്നലെ നേതാക്കൾ ഒന്നടങ്കം ഇത്രയും ദിവസം തിരിഞ്ഞു നോക്കാതിരുന്ന നേതാക്കന്മാരടക്കം എല്ലാവരും സുധാകരൻ്റെ വീട്ടിൽ രാത്രി ഓടിയെത്തി അങ്ങനെ ഒരു തീരുമാനമെടുക്കരുത് എന്നും വാർത്താ സമ്മേളനം മാറ്റിവെക്കണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടത്. ഏതായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ദൃഢനിശ്ചയമുള്ള ഒരാളാണ്. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്ന രീതിയുള്ള വ്യക്തി കൂടിയല്ല സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തും. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്, അതോ ഇന്നലെ പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെല്ലാവരും വന്ന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി അദ്ദേഹം തീരുമാനം മാറ്റുമോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. ഏതായാലും ഇന്ന് രാഷ്ട്രീയ കണ്ണുകൾ മുഴുവൻ ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ കണ്ണുകൾ മുഴുവൻ നോക്കുന്നത് അമ്പലപ്പുഴയിലെ ഈ വാർത്താ സമ്മേളനത്തേക്ക് തന്നെയാണ്. സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്.